ഈ ഒരു ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് 2000 രൂപയാണ്. കഴിഞ്ഞ നവംബർ മാസത്തിലെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് 4000 രൂപയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല ഈ ഒരു ഡിസംബർ മാസത്തിൽ പെൻഷൻ തുക നേരത്തെ എത്തിച്ചേരുമെന്നൊരു രീതിയിലെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം നേരത്തെ കൂട്ടിയിട്ട് ആ ഒരു എമൗണ്ട് എത്തും എന്ന ആ ഒരു ന്യൂസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 500, 1000 ആ ഒരു രീതിയിലെ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അത് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് എത്തിക്കത്തില്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമായിരിക്കും ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. വാർദ്ധക്യ ഭിന്നശേഷി അതുപോലെ വിധവ പെൻഷനായിട്ടായിരിക്കും ആ ഒരു എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് എത്തുക. ഇപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ അക്കൗണ്ടിലോട്ടും ഈ ഒരു എമൗണ്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കേന്ദ്ര വിഹിതവും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ അതിൻ്റെ ആ ഒരു വിഹിതവും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ വീടുകളിൽ പെൻഷൻ എത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഹകരണ ജീവനക്കാരുടെ മുഖാന്തരം ഇപ്പോൾ വീടുകളിലോട്ട് പെൻഷൻ എത്തി തുടങ്ങിയിരിക്കുകയാണ്. അത് ഇന്നും നാളെയായിട്ടൊക്കെ മുഴുവനായിട്ട് ആ ഒരു എമൗണ്ടും നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ മസ്റ്ററിങ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതൊക്കെ കാണിച്ചിരിക്കണം. കാണുമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കിനി തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു പെൻഷൻ കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ പെൻഷൻ എമൗണ്ട് 1600 രൂപയിൽ നിന്നും 400 രൂപയോളം കൂട്ടിയിട്ടാണ് ഇപ്പോൾ 2000 രൂപയിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു എമൗണ്ടാണ് ഇപ്പോൾ സർക്കാരിന് തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെൻഷൻ കിട്ടുള്ളൂ. ഇനി എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ ഒരു പെൻഡിങ് പോലും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു മുടക്കവും വരാണ്ട് തന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് പെൻഷൻ എത്തിക്കേണ്ട രീതിയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം അർഹത നോക്കിയിട്ടായിരിക്കാം ഇനി തൊട്ടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വിധവ പെൻഷനൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു 1-2 മാസം കൊണ്ട് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലെ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നൊരു രീതിയിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇനി ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുക. അതുപോലെ തന്നെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വനിതകൾക്ക്, അതായത് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡിൽ സ്ത്രീകൾക്ക് 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഇനി തൊട്ട് അതും പെൻഷൻ കിട്ടുന്നതായിരിക്കും. ഡിസംബർ പകുതി മുതലായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. പക്ഷേ നിങ്ങൾ നേരത്തെ കൂടി തന്നെ നിങ്ങളുടെ ആ ഒരു ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെൻഷന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഏജ് തെളിയിക്കേണ്ട ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം സാക്ഷ്യപത്രം വേണം. നിങ്ങളുടെ ആ ഒരു ഏജ് ഇന്നതാണെന്ന രീതിയിലുള്ള ആ ഒരു സ്വയം സാക്ഷ്യപത്രം കൂടിയിട്ട് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് ഡിസംബർ മുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലോടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.